ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് Redmi 13C 5G എന്ന ഫോണാണ്. ഞാൻ ഈ ഒരു ഫോൺ 9 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. കാര്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഓവറോൾ എനിക്ക് അത്ര ഒരു നല്ലൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ റെഡ്മിയുടെ വേറെ പല ഫോൺസും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത്ര മികച്ച പെർഫോമൻസും ഒന്നും അല്ല ലഭിക്കുന്നത്. പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒന്നും അത്ര വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു ഫോണിൽ 5 ഹോൾ ഡിസ്പ്ലേ അല്ല കൊടുത്തിരിക്കുന്നത്, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ചില ഫോൺസിലൊക്കെ 5 ഹോൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. Redmi 13C 4G എന്ന് പറയുന്ന ഒരു ഫോണും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 MP ആണ്. എന്നാൽ ഈ ഒരു 5G ഫോണിൽ 5 MP ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് നല്ല വാദം ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത്ര നല്ല റിസൾട്ട് അല്ല കിട്ടുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6.74 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 415 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 4GB 128GB 6GB 128GB 8GB 256GB എന്ന 3 വേരിയൻസിലാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 192 gram ആണ്. പിന്നെ ഈ ഒരു ഫോൺ ഇറങ്ങിയത് 2023 ഡിസംബറിലാണ്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്ന കളർ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാർലൈറ്റ് ബ്ലാക്ക്, സ്റ്റാർ ട്രെയിൽ ഗ്രീൻ, സ്റ്റാർ ട്രെയിൽ സിൽവർ എന്ന 3 കളർ വേരിയൻസ് ആണ് വരുന്നത് Redmi 13C എന്ന് പറയുന്ന ഫോണിൽ. സ്റ്റാർ ട്രെയിൽ ഗ്രീൻ, സ്റ്റാർ ട്രെയിൽ സിൽവർ എന്ന് പറയുന്ന 2 വേരിയൻസ് വരുന്നതിൽ സംഭവം നമ്മൾ നോക്കുമ്പോൾ അത് വൈറ്റ് കളറാണ്. പക്ഷെ ചെറിയൊരു ഗ്രീനിൻ്റെയും അതുപോലെ ഒരു പിങ്ക് പോലുള്ള ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. സംഭവം ഫോൺ നോക്കുമ്പോൾ വൈറ്റ് കളറാണ്, ചെറിയൊരു ഗ്ലിറ്റർ പോലുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. പക്ഷേ യൂസ് ചെയ്തപ്പോൾ സംഭവം കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതുപോലെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഹെവി യൂസൊക്കെ ആണെങ്കിൽ ബാറ്ററി അത്യാവശ്യം ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഓഫറുണ്ട്. അതായത് 9500 ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓഫർ വരുന്നത്. കാർഡ് ഓഫറാണ്. പിന്നെ ഒരു 10,000 താഴെ ഒരു 5G ഫോൺ ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാത്തതാണ് നല്ലത്. കാര്യം മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര നല്ല ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഹെവി യൂസ് ആണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്ന MediaTek Dimensity 6100+ എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള MIUI 14 ആണ് ഓൺ ദ ബോക്സ് വരുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ HyperOSന്റെ അപ്ഡേറ്റ് കിട്ടും. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 50 MP ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 0.08 MB ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറ എന്ന് പറയുമ്പോൾ 5 MP ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറ അത്ര ബെറ്റർ അല്ല, അത്യാവശ്യം മോശം ക്യാമറയാണ്. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വേറെ നല്ല ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ iQൻ്റെ തന്നെ iQ Z9 ലൈറ്റ്, വിവോ T3 ലൈറ്റ് അങ്ങനെയുള്ള ഫോൺസൊക്കെ നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ യൂസ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോൺസൊക്കെ ഇപ്പോൾ ഓഫറിൽ അവൈലബിൾ ആണ്. ഈ Redmi 13C 5G എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 11,500 ആയിരുന്നു. അതായത് ബേസ് വേരിയൻറ്റ് 4GB 128GB എന്ന വേരിയൻറ്റ്. ഞാനിവിടെ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ സാമ്പിൾസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കിക്കോളൂ.